Hi guys, welcome back to my channel. നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഓണം മേക്കപ്പ് ലുക്കാണ് നമുക്കാണ്. അതേപോലെ ഈ ഒരു ലുക്കിന് വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. ഈ 3 വർഷം മുമ്പ് ഞാൻ ചെയ്തൊരു മേക്കപ്പ് ലുക്ക് റീക്രിയേറ്റ് ചെയ്യുന്നതാണ്. ആ ഒരു ഫോട്ടോ ഞാൻ എന്തായാലും സ്ക്രീനിൽ കാണിച്ചിരിക്കുക. ചാനൽ മുന്നേ നിന്നിട്ട് കാണുന്നവർക്കാണെങ്കിൽ ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കണ്ട് പരിചയം. അത് വെയിറ്റ് ലോസ് തമ്മിലൊക്കെ ഒരുപാട് വെട്ടിയിട്ടുണ്ട് ഈ ഒരു ഫോട്ടോ. ഈ ഒരു ലുക്ക് റീക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ ഒരു ലുക്ക് ഒരു 3 വർഷം മുമ്പ് എൻ്റെ ചേച്ചിയുടെ മനസ്സമ്മതത്തിന് ഓണ സമയത്താണ് കേട്ടോ മനസ്സമ്മതം. അന്ന് ഞാൻ ഒരുങ്ങിയതാണ്. അതേപോലെ നമ്മളൊരു ഓണത്തിൻ്റെ ടൈം ആയതുകൊണ്ട് ഒരു സെറ്റ് സാരി ആ ഒരു ഇതിലായിട്ട് കേട്ടോ എടുത്തിരുന്നില്ല. അത് എൻ്റെ സാരി തുടിപ്പിക്കാണ്ട് ഞാനൊരു വൈറ്റും ഗോൾഡൻ കളർ ടോപ്പാണ് അത് ഞാൻ തുന്നിച്ചെടുത്ത കേട്ടോ. അതേപോലെ ഒരു ഗോൾഡൻ കളർ പട്ടേക്ക് കയ്യിൽ വെച്ചിട്ട് നെറ്റിൻ്റെ ഒരു സെറ്റ് സാരിയുടെ ഒക്കെ ചേരുന്ന പോലെ തന്നെ ഒന്ന് തയ്പ്പിച്ചതായിരുന്നു അന്ന്. അതിന് വേണ്ടിയിട്ട് അന്ന് ഞാൻ ഇട്ടിരുന്ന മാലയും കമ്മലൊക്കെ ഇപ്പോഴും ഉണ്ട്. അതാണ് ഞാൻ വെച്ചാൽ അന്നേരം ഈ ലുക്ക് റീക്രിയേറ്റ് ചെയ്യുന്ന ഓണം കൂടെയല്ലേ, അന്നേരം ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ലുക്കും കൂടെയാണിത്. വലിയൊരു മേക്കപ്പ് ലുക്കൊന്നും അല്ല കേട്ടോ. ഇത് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് ഒരുങ്ങുന്നതാണ്. എനിക്ക് അന്ന് വലിയ രീതിയിൽ മേക്കപ്പിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോഴും വലിയ രീതിയിൽ അറിയത്തില്ല. പിന്നെ ഇപ്പോഴും അന്നത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അറിയാം. ഇപ്പം അന്ന് എനിക്ക് അറിയാവുന്ന രീതിയിലാണ് അത് ഞാൻ റീക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി എന്തായാലും വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, അതിൻ്റെ അടുത്ത് ബെൽ ബട്ടൺ എനേബിൾ എടുക്കുക, അതിന് ഓൾ ഓപ്ഷൻ കൊടുക്കുക കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഫേസ് നല്ല മോയ്സ്ചറൈസ് ചെയ്യണം. അതിനുവേണ്ടി പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സ്കിന്നിലോട്ട് ഒരിക്കലും ഫൗണ്ടേഷൻ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. അതിൽ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്രീം പോലെ ഇടണം. അല്ലെങ്കിൽ ക്രീം മോയ്സ്ചറൈസറോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളിൽ അലോവേറ ജെല്ലായാലും മതി. അലോവേറ ജെല്ലങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ ഒരു കവറേജ് കൊടുത്തിട്ട് മാത്രമേ നമ്മൾ ഫൗണ്ടേഷൻ ഇടാൻ പാടുള്ളൂ സ്കിന്നിലോട്ട്. അങ്ങനെ ഫേസൊക്കെ നല്ല മോയ്സ്ചറൈസർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യണം. അതിനുവേണ്ടി മ്യൂസിക് ഫ്ലവറിൻ്റെ ഐബ്രോ ജെല്ലാട്ടോ എടുത്തിരിക്കുന്നത്. ഇതൊരു അടിപൊളി ഐബ്രോ ജെല്ലാട്ടോ. അത് ബിഗിനേഴ്സിനൊക്കെ മേടിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഐബ്രോ ജെല്ലാണ്. മേക്കപ്പ് ചെയ്ത് തുടങ്ങുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് പൈസ മുടക്കി സാധനങ്ങൾ മേടിച്ച് ട്രൈ ചെയ്യാൻ താല്പര്യം കാണത്തില്ല. അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഇത് മേടിക്കാൻ പറ്റും. ഇതിൻ്റെ വില 200 രൂപയ്ക്കകത്ത് ആവുന്നുള്ളൂ. 100 സംതിങ് ആയിട്ട് എനിക്ക് തോന്നിയത് ആവുന്നുള്ളൂ ഇതിന് റേറ്റ് വന്നിട്ട്. ഒരു പാക്കേജിന് 2 എണ്ണം ആയിട്ട് വരുന്ന ഒരു ബ്ലാക്ക് കളറും കാണും, അതേപോലെ തന്നെ ബ്രൗൺ കളറും കാണും. ബ്രൗൺ കളറാണെങ്കിൽ നമുക്ക് ഐബ്രോസൊക്കെ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കാം. അതേപോലെ ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഐലൈനർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. കാജൽ ഐലൈനർ ആയിട്ടൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു റേറ്റ് ലാഭം കേട്ടോ. എന്നാലും ഐബ്രോസ് നല്ല ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കേട്ടോ, നമുക്ക് മറ്റേ ഫോട്ടോയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഈ ഐബ്രോസ് കുറച്ച് കട്ടിയുണ്ട്. ഇപ്പോഴത്തെ എൻ്റെ ഐബ്രോസിൽ എൻ്റെ ആ ഒരു ടൈമിൽ എനിക്ക് ഐബ്രോസ് ഇത്രയും കട്ടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും കട്ടിക്ക് എടുക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് കട്ടിക്കാണ് ഐബ്രോസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു വ്യത്യാസം കാണും കേട്ടോ. പിന്നെ ആ ഒരു വ്യത്യാസം മാത്രമല്ല, മൊത്തത്തിൽ വ്യത്യാസം കാണും. കാരണം അന്നേരം വണ്ണം ഉണ്ടായിരുന്നു, കവിളൊക്കെ നല്ല ചാടി ഇരിക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു നല്ല രീതിയിൽ വ്യത്യാസം കാണും. ഫേസിനൊക്കെ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് ഇപ്പോഴത്തെയും ആ മുഖവും ഈ മുഖവും കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ. ഐബ്രോസ് ഫില്ലിന് ശേഷം പ്രൈമർ ഇട്ട് കൊടുത്തായിരുന്നു ഫേസിൽ. എന്നിട്ട് ഞാൻ കൺസീലർ വെച്ചിട്ട് എൻ്റെ കറുത്ത പാടയ്ക്ക് ഒന്ന് മറയ്ക്കുക കേട്ടോ. എൻ്റെ കണ്ണ് ചുറ്റിനൊക്കെ ഇപ്പോൾ കുറച്ച് കറുത്ത പാടുണ്ട്. കൺസീലർ ഉപയോഗിച്ചൊന്ന് ഹൈഡ് ചെയ്യുക കേട്ടോ. ഇത് എൻ്റെ ഈ കൺസീലർ ഞാൻ നമ്മൾ ചെയ്തെടുത്ത കൺസീലർ തന്നെ കേട്ടോ. ഞാൻ വീട്ടിൽ തന്നെ ചെയ്തെടുത്താണെങ്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പേ ചാനലിൽ. അത് കണ്ടിട്ടില്ല തന്നെ കണ്ടു നോക്കണം കേട്ടോ. കൺസീലറൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഷെയ്ഡ് കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾ നമ്മൾ കറക്റ്റ് ഷെയ്ഡ് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ഞാൻ ഫേസിൽ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ മേബിലി 50 ഫൗണ്ടേഷൻ ആണ് എടുത്തിരിക്കുന്നത്. ഈ ഷെയ്ഡ് വേണ്ട എനിക്ക് കുറച്ച് ഡാർക്കാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ലാക്മേയുടെ ഫൗണ്ടേഷൻ ആണ് മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത്. ഞാൻ അന്ന് എടുത്തപ്പോഴും 50 ഫൗണ്ടേഷൻ തന്നെ എടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന ഷെയ്ഡ് കുറച്ച് ഡാർക്കാണ്, അതുള്ള കേട്ടോ വ്യത്യാസം. അന്നേരം ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുകയാണ് ഫേസിലോട്ട്. എന്നിട്ടൊരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു കോമ്പാക്ട് പൗഡർ വെച്ച് ഇതൊന്ന് സെറ്റ് ചെയ്യുക കേട്ടോ. കാരണം എൻ്റെ ഓയിലി സ്കിന്നാണ്, കുറച്ച് കഴിയുമ്പോൾ ഒലിച്ച് ഒരുമാതിരി ആവും കേട്ടോ ഫൗണ്ടേഷനൊക്കെ. അതുകൊണ്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഐഷാഡോ ഇട്ട് കൊടുക്കണം. അതിന് വെറ്റ് ആൻഡ് വൈഡിൻ്റെ ഐഷാഡോ പാലറ്റായിട്ട് എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഒരു ഡാർക്ക് ബ്രൗൺ കളർ എടുത്തിട്ട് ഔട്ടർ കോർണറിലൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്നാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ഗോൾഡൻ കളർ എടുത്തിട്ട് ഇന്നർ കോർണറിൽ നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു ടൈമിൽ ബ്രഷിങ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ വിരൽ വെച്ച് തന്നെ എടുത്തിട്ട് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. കാരണം ബ്രഷ് വെച്ചൊക്കെ ഇട്ട് തന്നെ കറക്റ്റ് നമുക്ക് ആ ഒരു ഗോൾഡൻ കളർ കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ വിരൽ കൊണ്ട് എടുക്കുന്നതിന് കുറച്ചും കൂടി നല്ലത്. വിരൽ കൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നതിന് കുറച്ചും കൂടി നല്ലത്. ഇതൊരു കറക്റ്റ് ഗോൾഡൻ കളർ അല്ല കേട്ടോ, ഒരു വൈറ്റ്
ഗോൾഡൻ മിക്സ് അങ്ങനത്തെ ഒരു കളർ ഒരു ഇതാട്ടോ. എനിക്ക് കറക്റ്റ് ഷെയ്ഡൊന്നും പറയാൻ അറിയത്തില്ല. എന്നിട്ട് ഞാനൊരു ബ്രഷ് വെച്ചിട്ട് ഇത് രണ്ടൊന്നും ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് കട്ടിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് കളറും തമ്മിലൊരു വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു അവിടെ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഐഷാഡോ ബ്രഷ് വെച്ചിട്ട്. ഐഷാഡോ ഇട്ട് കഴിഞ്ഞിട്ട് മ്യൂസിക് ഫ്ലവറിൻ്റെ ഐലൈനർ ജെൽ യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് കളർ അത് യൂസ് ചെയ്തിട്ട് ഞാനൊന്ന് ഐലൈനറായിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ വരച്ച് കൊടുക്കുമ്പോൾ ഈ ഇന്നർ കോർണറിലാണ് തുടങ്ങുന്ന സ്ഥലത്ത് ലൈറ്റായിട്ട് പിന്നെ പോകുന്നതനുസരിച്ച് കട്ടി കൂട്ടിയാട്ടോ, തിക്നെസ് കൂട്ടിയായിട്ട് വരച്ച് കൊടുക്കുന്നത്. ഇന്നർ കോൺ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നമുക്ക് കുറച്ചും കൂടി വലിയ കണ്ണായിട്ട് തോന്നിക്കും കേട്ടോ. ചെറിയ കണ്ണാക്കി ആണെങ്കിൽ ഇതേപോലെ വരച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കണ്ണിന് വലിപ്പം തോന്നിക്കും കേട്ടോ. അതേപോലെ തന്നെ അടുത്ത കണ്ണ് അതേപോലെ വരച്ച് കൊടുക്കുക കേട്ടോ. കണ്ണിന് താഴെ ഇതേപോലെ തന്നെ വരച്ച് കൊടുക്കുക കേട്ടോ. അതിനെ കുറച്ചുകൂടി വലിപ്പം തോന്നിക്കാൻ വേണ്ടിയാണ് ചെയ്ത് കൊടുക്കുന്നത്. കാജലായിട്ട് ഞാൻ ഈ ഒരു ജെല്ല് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ച് തന്നെയാണ് കാജലായിട്ടും കണ്ണിന് താഴെ എഴുതി കൊടുക്കുന്നത്. എൻ്റെ കൺപീലിയുടെ താഴെയും കൂടെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ കണ്ണ് രണ്ടും എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഐഷാഡോ പാലറ്റിന് ആ ബ്രൗൺ കളറില്ലേ, ആ ബ്രൗൺ കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്, കണ്ണിന് താഴെയായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതേ ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഗോൾഡൻ കളർ എടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കണം. ഇന്നർ കോർണറിലൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ പിരികത്തിൻ്റെ താഴെയായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഐഷാഡോ പാലറ്റൊക്കെയാണ് ലാഭമാണ്. നമുക്ക് ഹൈലൈറ്റർ മേടിക്കാൻ ആവശ്യമൊന്നുമില്ല. ഹൈലൈറ്റർ ആയിട്ട് അടുത്തുള്ള ഇതിന് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ വേറെ ഹൈലൈറ്ററും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ ഇന്ന് വരെ. ഞാൻ ഇതൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഐഷാഡോ പാലറ്റിൽ നിന്ന് എടുത്താണ് ഹൈലൈറ്ററൊക്കെ ചെയ്യുന്നത്. പിന്നെ മസ്കാര ഇട്ട് കൊടുക്കുന്നത് ഇത് കിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ മസ്കാര ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. അടുത്തായിട്ട് ലിപ്സ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് ലിപ് ബാം ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പേ. അന്നേരം ആ ലിപ് ബാം തുടച്ച് കളയാം കേട്ടോ. ടിഷ്യൂ പേപ്പർ വെച്ച് ജസ്റ്റ് ഒന്ന് തുടച്ച് കളയാണ്. അന്നേരം വാതിൽ ലിപ് ബാമാണ് ഇട്ടിരുന്നത്. അന്നേരം ഞാൻ NYയുടെ ലിപ്സ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. അതിന് അന്ന് ഞാൻ NYയുടെ ലിപ്സ്റ്റിക്ക് തന്നെയാണ് യൂസ് ചെയ്തത്. അതുകൊണ്ടാണ് ഇത് തന്നെയാണ് എടുത്തത് ഈ വട്ടവും. ഷെയ്ഡ് നമ്പർ വന്നിട്ട് 1 ആട്ടോ. അന്നേരം റെഡ് കളറാണ്, ഒരു ബ്രൗണിഷ് റെഡ് ആട്ടോ. ഇത് കറക്റ്റ് റെഡ് അല്ല, ബ്രൗൺ പോലത്തെ റെഡ് ആട്ടോ. അതിന് നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ ഉപയോഗിച്ചില്ലേ, അത് തന്നെ എടുത്തിട്ട് ജസ്റ്റ് ചുണ്ടിൻ്റെ മേളിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്ന് ഞാൻ ഇട്ട് കൊടുത്തതാണ് ഇതേപോലെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ അതിന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേറെ ബ്ലഷും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെയൊക്കെ ഒന്ന്. അന്നേരം മേക്കപ്പ് മൊത്തം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഹെയർ സ്റ്റൈലാണ്. അന്നേരം നമുക്ക് ഹെയർ സ്റ്റൈൽ തന്നെ അതിന് ചരിച്ചാട്ടോ പകരം എടുക്കുന്നത്. ഇങ്ങനെ ചരിച്ച് പകരം എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് കുറച്ച് മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടുന്നുണ്ട്. നമ്മൾ ചെവിയുടെ അവിടം വരെ ആ ഒരു ഇതിൽ രണ്ട് സൈഡിൽ നിന്ന് മുടി ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. എടുത്തിട്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് ബാക്കി മുടി ഇങ്ങനെ ബാക്കിലോട്ട് ചെയ്യണം. ആ മുടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ മുടിയുടെ ബാക്ക് ഇങ്ങനെ ചീക്കി കൊടുക്കില്ല, മുടി ഒന്ന് ജസ്റ്റ് പൊങ്ങിയിരിക്കാൻ വേണ്ടി, ഉള്ളിൽ തോന്നിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കത്തില്ല, അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ മുടി മൊത്തം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചീവി എടുക്കുക. കുറച്ച് ഇങ്ങനെ ചീകി എടുത്തിട്ട് ഒന്ന് സ്ലൈഡ് കുത്തി വെക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചീകി എടുത്തിട്ട് സ്ലൈഡ് കുത്തി വെച്ചാൽ മാത്രം മതി. എന്തായാലും ജസ്റ്റ് ഇങ്ങനെ പൊങ്ങിയിരുന്നാലും ഒരുപാടൊന്നും പൊക്കുന്നില്ല കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി എടുക്കുന്ന. പക്ഷേ ആ ചീവി ആദ്യം തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ കേട്ടോ. ചീവി ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുന്നേ ഉള്ളൂ. ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് സ്ലൈഡ് കുത്തി വെക്കുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ച് മുടിയിൽ മാറ്റില്ല, ആ മുടി ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം എൻ്റെ മുടിക്ക് ഒട്ടും ഉള്ളില്ല കേട്ടോ ഫ്രണ്ടിലൊന്നും. ഇങ്ങനെ ജസ്റ്റ് പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അതേപോലെ തന്നെ ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് മുടി ഫ്രണ്ടിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ. സൈഡിൽ നിന്ന് കുറച്ച് മുടി എടുത്ത് ഫ്രണ്ടിലോട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് ആ മുടിയൊക്കെ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുരുട്ടിയിട്ട് ഒന്ന് സ്ലൈഡ് കുത്തി വെക്കുക കേട്ടോ. വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ അങ്ങനെ അത് ബാക്ക് കോംബ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചീവി എടുത്തിട്ട് അതൊന്ന് ഈ ചുരുട്ടീനെ എടുത്തിട്ട് സ്ലൈഡ് കുത്തി വെക്കുന്നത്. അത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണിത്. എല്ലാവർക്കും ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
മുടി കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി മുല്ലപ്പൂ നമുക്ക് അവസാനം വെച്ച് കൊടുക്കാം. അതിന് മാലയും കമ്മലൊക്കെ ഇട്ടിട്ട് നമുക്ക് അവസാനം മുല്ലപ്പൂ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മാലയും കമ്മലും തന്നെ ഞാൻ അന്ന് ഇട്ടിരുന്നത്. ഈ മാല എനിക്ക് തോന്നി അന്ന് ഒരു ദിവസം മാത്രമേ ഈ മാല ഇട്ടിട്ടുള്ളൂ. അന്ന് ഇട്ടിട്ട് അതേപോലെ കൊണ്ട് വെച്ചിരുന്നത്. അതേപോലെ ഈ കവർ ഉൾപ്പെടെ എല്ലാം ഇരിക്കുന്നത്. ഒരു കുഴപ്പം പറ്റിയിട്ടില്ല കേട്ടോ. 3 വർഷമായിട്ട് വേറെ കുഴപ്പമൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഇത് അന്ന് മേടിച്ച് വിടാൻ ഇരിപ്പുണ്ട് കേട്ടോ ഈ സാധനം. അന്നേരം മുല്ലപ്പൂ വെച്ച് കൊടുക്കുകയാണ്. അന്നേരം മുല്ലപ്പൂ വെച്ച് കൊടുക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കി എടുത്ത മുല്ലപ്പൂ തന്നെ കേട്ടോ ഇത്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കാം. നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്താ പറയുക, മുല്ലപ്പൂ കിട്ടിയില്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഞാൻ മുടിയിൽ താഴെ നാട്ട് വെച്ചേക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഒന്ന് മുല്ലപ്പൂ വെച്ച് കൊടുക്കുന്നത്. ഞാൻ ചെറിയ വെള്ളക്കല്ലിൽ പൊട്ടും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാനൊരു ഫൈനൽ ലുക്കിന് വീഡിയോ എടുക്കാൻ കൊണ്ട് പറ്റിയില്ലായിരുന്നു. അത് ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഫോട്ടോ എടുത്തുകൊണ്ട് ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അതേ കറക്റ്റ് ഏകദേശം അതേപോലെ വന്നു എന്നും തോന്നുന്നു. പിന്നെ ഫേസിനൊക്കെ കുറച്ച് പല മാറ്റങ്ങളുണ്ട്. ഞാൻ എന്തായാലും ആ ഫോട്ടോയിൽ കാണിച്ചു തരാം കേട്ടോ. ഫോട്ടോ ഒന്ന് കൊളാജ് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ. കണ്ടോ, ഇതാണ് വ്യത്യാസമുണ്ട് കേട്ടോ. ഫേസിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ആ ഫോട്ടോ 2018 ഇത് 2021 കേട്ടോ. എത്രത്തോളം ശരിയായെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്തായാലും പറയട്ടോ എത്രത്തോളം ശരിയായെന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു റീക്രിയേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും ഇത്രയോളം നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അന്നേരം